ആരോഗ്യവും ബുദ്ധിയും കലാപരമായ കഴിവുകളുമുള്ള കുഞ്ഞുങ്ങളെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം? ഓരോ രക്ഷിതാവിൻ്റെയും സ്വപ്നമായ ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓരോ കുഞ്ഞും ഒരു കടലാസ് പോലെയാണ്. അതിൽ നമ്മൾ വരയ്ക്കുന്ന ഓരോ ചിത്രത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു കുഞ്ഞിൻ്റെ ജീവിതത്തിൽ മാതാപിതാക്കൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം കുറേ സമ്പാദ്യവും നല്ല ജീവിത സാഹചര്യങ്ങളും മികച്ച വിദ്യാഭ്യാസവും മാത്രമല്ല, അതിലുപരി നല്ല ആരോഗ്യവും ചിന്തിക്കാനും ചോദ്യങ്ങൾ ചോദിക്കാനുമുള്ള ശേഷിയും ചുറ്റുമുള്ള ലോകത്തെ സൗന്ദര്യത്തോടെ കാണാനും ആസ്വദിക്കാനുമുള്ള മനസ്സുമാണ്. ഇത് ഒരു രാത്രി കൊണ്ട് സംഭവിക്കുന്ന മാന്ത്രിക വിദ്യയൊന്നുമല്ല. കുഞ്ഞിൻ്റെ ജനനത്തിനു മുൻപേ തുടങ്ങേണ്ട, പിന്നീട് ജീവിതകാലം മുഴുവൻ തുടരേണ്ട ഒരു യാത്രയാണിത്. ഈ യാത്രയിൽ നമുക്ക് വേണ്ടത് അറിവും സ്നേഹവും ക്ഷമയുമാണ്. ആരോഗ്യമുള്ള കുഞ്ഞ് ഉണ്ടാവാനുള്ള സാഹചര്യം ഗർഭധാരണത്തിന് മുൻപ് തന്നെ തുടങ്ങുന്നു. പുരുഷന്റെ ബീജത്തിന്റെ ഗുണനിലവാരം, സ്ത്രീയുടെ അണ്ഡത്തിന്റെ ആരോഗ്യം എന്നിവ നല്ലൊരു കുഞ്ഞുണ്ടാകാൻ അത്യാവശ്യമാണ്. ഗർഭധാരണത്തിന് മുൻപ് മാതാപിതാക്കൾക്ക് മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടെങ്കിൽ അത് ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് കാരണമാകാം. ഇത് ഗർഭധാരണത്തെയും ബാധിച്ചേക്കാം. ഒരു കുഞ്ഞിന്റെ ആദ്യത്തെ പഠനക്കളരി ഗർഭാവസ്ഥയിലാണ്. കുഞ്ഞിന്റെ വളർച്ച തുടങ്ങുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണല്ലോ. പലപ്പോഴും നമ്മൾ കരുതുന്നത് ജനിച്ചതിനു ശേഷം മാത്രം കുഞ്ഞിന്റെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്നാണ്. എന്നാൽ ഈ ആദ്യത്തെ 9 മാസങ്ങളാണ് ഒരു കുഞ്ഞിന്റെ തലച്ചോറിന്റെയും ശരീരത്തിന്റെയും അടിസ്ഥാന ശിലകൾ പാകുന്നത്. ഗർഭിണിയായിരിക്കുന്ന ഒരു അമ്മയുടെ മാനസികാവസ്ഥ കുഞ്ഞിന്റെ വളർച്ചയെ നേരിട്ട് ബാധിക്കും. അതുകൊണ്ട് അമ്മയുടെ മനസ്സ് സന്തോഷവും സമാധാനവുമുള്ളതായിരിക്കണം. ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കുക, പുസ്തകങ്ങൾ വായിക്കുക, സംഘർഷഭരിതമായ സിനിമകൾ ഒഴിവാക്കി നല്ല ഫീൽ ഗുഡ് സിനിമകൾ കാണുക, കൂടാതെ മനസ്സിന് സന്തോഷം നൽകുന്ന കാര്യങ്ങളിൽ മുഴുകുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഗർഭാവസ്ഥയിലുള്ള കുഞ്ഞിന്റെ ശാരീരികവും മാനസികവുമായ രൂപീകരണത്തിന് നിർണായകമായിട്ടുള്ള കാര്യങ്ങളാണ്. സംഗീതത്തിന് തലച്ചോറിന്റെ വികാസത്തെ സഹായിക്കാനുള്ള അത്ഭുതകരമായ കഴിവുണ്ട്. ഗർഭകാലത്ത് സ്ത്രീകൾ സംഗീതം കേൾക്കുന്നത് കുഞ്ഞിന്റെ മാനസികവും കലാപരവുമായ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇത് കേവലം ഒരു വിശ്വാസം മാത്രമല്ല. നിരവധി പഠനങ്ങൾ ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. ഗർഭത്തിന്റെ ഏകദേശം 18ാമത്തെ ആഴ്ച മുതൽ കുഞ്ഞിന്റെ കേൾവിശക്തി വികസിച്ചു തുടങ്ങും. 24ാം ആഴ്ചയോടെ പുറത്തുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ കുഞ്ഞിന് സാധിക്കും. ഈ ഘട്ടത്തിൽ അമ്മ കേൾക്കുന്ന സംഗീതം കുഞ്ഞിന്റെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും തലച്ചോറിലെ ന്യൂറോൺ കണക്ഷനുകൾ വളരാനും സഹായിക്കുന്നു. സംഗീതത്തിന്റെ താളവും രാഗവും തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഭാഷാപരമായ കഴിവുകൾക്കും സംസാരശേഷിക്കും സഹായിക്കുന്ന ഭാഗങ്ങളെ ഉത്തേജിപ്പിക്കുന്നു. ഗർഭാവസ്ഥയിൽ അമ്മ കേൾക്കുന്ന ശാന്തമായ സംഗീതം കുഞ്ഞിന്റെ ഹൃദയമിടിപ്പിനെ പോലും സ്വാധീനിക്കുന്നു എന്ന് പഠനങ്ങൾ പറയുന്നു. ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള വൈകാരിക ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കുന്നു. ഇങ്ങനെ സംഗീതം കേൾക്കുന്നത് കുഞ്ഞിന് താളബോധവും സംഗീതത്തോടുള്ള താല്പര്യവും ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നീട് സംഗീതം, നൃത്തം, മറ്റ് കലാപരമായ കാര്യങ്ങൾ എന്നിവയോട് കുഞ്ഞിന് താല്പര്യം തോന്നാൻ ഇത് ഒരു കാരണമാകാം. കൂടാതെ ആരോഗ്യകരമായ ഭക്ഷണക്രമം വളരെ പ്രധാനമാണ്. അമ്മ കഴിക്കുന്ന ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്നു. സമീകൃത ആഹാരം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള വൈറ്റമിൻ സപ്ലിമെന്റുകൾ കഴിക്കാനും ശ്രദ്ധിക്കുക. ഗർഭകാലത്ത് ദിവസവും കുറഞ്ഞത് 10 മുതൽ 15 മിനിറ്റെങ്കിലും ധ്യാനം ചെയ്യുന്നത് മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. അച്ഛനും അമ്മയും കുഞ്ഞുമായി സംസാരിക്കുന്നത് അവർക്കിടയിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കും. കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടത് സ്നേഹവും സുരക്ഷയും നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ്. ആദ്യത്തെ 1 വർഷം കുഞ്ഞിന്റെ തലച്ചോറ് വളരെ വേഗത്തിൽ വളരുന്നു. ഈ സമയത്ത് കിട്ടുന്ന ഓരോ അനുഭവവും കുഞ്ഞിന്റെ ഭാവിയെ രൂപപ്പെടുത്തുന്നു. കുഞ്ഞിനെ വാരിപ്പുണരുക, ഉമ്മ വയ്ക്കുക, തോളിൽ ഉറക്കുക പോലുള്ള സ്പർശനങ്ങൾ അവരുടെ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. ഇത് കുഞ്ഞിൽ സുരക്ഷിതത്വ ബോധവും സ്നേഹവും വളർത്തുന്നു. ഇത് കുഞ്ഞിന്റെ മാനസികവും സാമൂഹികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കൈക്കുഞ്ഞ് ആയിരിക്കുമ്പോൾ തന്നെ കുഞ്ഞിനോട് സംസാരിക്കുന്നത് അവരുടെ ഭാഷാപരമായ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കും. കുഞ്ഞ് അമ്മയുടെ വയറ്റിലായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ശബ്ദം കേട്ടു പരിചയിക്കും. ജനിച്ചു വീണ ഉടനെ തന്നെ കുഞ്ഞിന് അമ്മയുടെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കും. സംസാരത്തിലെ ഓരോ വാക്കിന്റെയും അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് അപ്പോൾ ഉണ്ടാവില്ല. പക്ഷേ അമ്മയുടെ ശബ്ദത്തിലെ സ്നേഹം, ശാന്തത, സന്തോഷം എന്നിവ അവർക്ക് തിരിച്ചറിയാൻ സാധിക്കും. അതുകൊണ്ടാണ് അമ്മയുടെ ശബ്ദം കേൾക്കുമ്പോൾ കുഞ്ഞ് പെട്ടെന്ന് സമാധാനത്തിലാവുന്നത്. താരാട്ടുകൾ പാടുകയും കഥകൾ പറയുകയും അവരുടെ ഓരോ ചലനങ്ങളെക്കുറിച്ചും സംസാരിക്കുകയും ചെയ്യുക. കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് കളി വെറും വിനോദമല്ല.
പഠനത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കുഞ്ഞിന്റെ പ്രായത്തിനനുസരിച്ചുള്ള കളിപ്പാട്ടങ്ങൾ നൽകുകയും അവർക്കൊപ്പം നിലത്തിരുന്ന് കളിക്കുകയും ചെയ്യുക. ബ്ലോക്കുകൾ വെച്ച് വീടുണ്ടാക്കുന്നത് അവരുടെ കൈകളുടെ ഏകോപന ശേഷി വർദ്ധിപ്പിക്കുന്നു. പാട്ടുകൾ വെച്ച് നൃത്തം ചെയ്യുന്നത് അവരുടെ താളബോധം വർദ്ധിപ്പിക്കുന്നു. കുട്ടികൾക്ക് 2 വയസ്സു കഴിഞ്ഞാൽ അവർക്ക് ചുറ്റുമുള്ള ലോകത്തെ കൂടുതൽ മനസ്സിലാക്കാൻ തുടങ്ങും. ഈ ഘട്ടത്തിൽ അവർക്ക് കലാപരമായ കഴിവുകൾ വളർത്താനുള്ള അവസരങ്ങൾ നൽകണം. ചിത്രരചനയോട് താൽപ്പര്യം കാണിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ക്രയോണുകളും പേപ്പറും നൽകുക. അവർ എന്താണ് വരയ്ക്കുന്നതെന്ന് നോക്കി ചിരിച്ചും കൈയടിച്ചും പ്രോത്സാഹിപ്പിക്കുക. സംഗീതത്തിനോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന കുഞ്ഞുങ്ങളെ താളത്തിലുള്ള പാട്ടുകൾ കേൾപ്പിക്കുകയും ഒപ്പം പാടാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുക. ചെറിയ പിയാനോ അല്ലെങ്കിൽ ഗിറ്റാർ പോലുള്ള കളിപ്പാട്ടങ്ങൾ നൽകാം. വളരെ ചെറുതായിരിക്കുമ്പോൾ തന്നെ കഥകൾ വായിച്ചു കൊടുക്കുന്നത് കുഞ്ഞുങ്ങളുടെ ഭാവനയെ ഉണർത്താൻ സഹായിക്കും. കഥാപാത്രങ്ങളുടെ ശബ്ദങ്ങൾ അനുകരിച്ച് വായിച്ചാൽ അവർക്ക് കൂടുതൽ ഇഷ്ടപ്പെടും. വളർച്ചയുടെ ആരംഭഘട്ടത്തിൽ തന്നെ കുഞ്ഞുങ്ങളെ സ്വതന്ത്രമായി ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ചോദ്യങ്ങൾ ചോദിക്കാൻ കുഞ്ഞുങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പല രക്ഷിതാക്കളും കുഞ്ഞുങ്ങളുടെ ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകാറില്ല എന്നു മാത്രമല്ല, അതിനെ ഒരു ശല്യമായി കാണുകയും ചെയ്യുന്നു. ഇത് വളരെ തെറ്റായ ഒരു രീതിയാണ്. കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. ഇത് എന്താണ്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ വായിൽ തോന്നുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞൊഴിയാതെ കൃത്യമായ മറുപടി തന്നെ നൽകാൻ ശ്രമിക്കുക. കുട്ടികളിലെ അന്വേഷണ ബുദ്ധി വളർത്തുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പൂവിൻ്റെ നിറമെന്താണ്, ഈ ഇലയുടെ ആകൃതി എന്താണ് എന്നൊക്കെ ചോദിച്ച് അവരെ കൂടുതൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുക. ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ ശ്രമിക്കുക എന്നുള്ളതിനും വളരെ പ്രാധാന്യമുണ്ട്. മൊബൈൽ ഫോണും ടിവിയും ഒഴിവാക്കി അവരെ പുറത്തു കളിക്കാൻ വിടുക. ഓടാനും ചാടാനും മരത്തിൽ കയറാനും അനുവദിക്കുക. ഇത് അവരുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കും. വിവിധതരം ഭക്ഷണങ്ങൾ കുഞ്ഞുങ്ങൾക്ക് നൽകി ശീലിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യകത വളരെ വലുതാണ്. ഇത് അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. പച്ചക്കറികളും പഴങ്ങളും ഉൾപ്പെടെ എല്ലാതരം ഭക്ഷണങ്ങളും കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കുക. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവയെല്ലാം ഒരു കുഞ്ഞിൻ്റെ ശരിയായ ശാരീരിക വളർച്ചയ്ക്ക് ആവശ്യമായ ഘടകങ്ങളാണ്. കുട്ടിക്കാലത്ത് രൂപപ്പെടുന്ന ഭക്ഷണശീലങ്ങളാണ് ഭാവിയിലും തുടരുന്നത്. ചെറുപ്പത്തിൽ തന്നെ എല്ലാത്തരം ഭക്ഷണങ്ങളും കഴിക്കാൻ ശീലിക്കുന്ന ഒരു കുട്ടിക്ക് പിന്നീട് ഭക്ഷണം കഴിക്കുന്നതിൽ മടിയുണ്ടാവില്ല. ഇത് ഭാവിയിൽ ആരോഗ്യപരമായ ജീവിതശൈലി പിന്തുടരാൻ അവരെ സഹായിക്കും. കുഞ്ഞുങ്ങൾക്ക് ചിറകുകൾ മുളയ്ക്കുന്ന സമയമാണ് കൗമാരകാലം. കുട്ടികൾ കൗമാരത്തിലെത്തുമ്പോൾ അവർക്ക് സ്വന്തമായ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും ഉണ്ടാകും. ഈ സമയത്ത് മാതാപിതാക്കളുടെ പങ്ക് ഒരു വഴികാട്ടിയുടേതാണ്. അവർക്ക് സംഗീതം, നൃത്തം, ചിത്രം വര തുടങ്ങിയ ഒരു പ്രത്യേക കലാരൂപത്തോട് താൽപ്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നൽകുക. കലയെ കേവലം ഒരു വിനോദോപാധി എന്നതിലുപരി കുട്ടികളുടെ തലച്ചോറിൻ്റെ വളർച്ചയ്ക്കും വ്യക്തിത്വ രൂപീകരണത്തിനും അത്ഭുതകരമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന ഒന്നായി കണക്കാക്കണം. കലാരൂപങ്ങൾ കുട്ടികളുടെ ഭാവനയെ ഉത്തേജിപ്പിക്കുകയും അവരുടെ ഉള്ളിലുള്ള ആശയങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഒരു ചിത്രം വരയ്ക്കുമ്പോഴോ ഒരു നൃത്തം പഠിക്കുമ്പോഴോ ഒരു പാട്ട് പാടുമ്പോഴോ കുട്ടി സ്വന്തം ഭാവനയെ ഉപയോഗിക്കുന്നു. ഇത് അവരുടെ ചിന്താശേഷിയെ വികസിപ്പിക്കുന്നു. ഏതൊരു കലാരൂപവും പഠിക്കാൻ സ്ഥിരമായ പരിശീലനം ആവശ്യമാണ്. ഒരു സംഗീത ഉപകരണം വായിക്കാനോ ഒരു നൃത്ത ചുവട് പഠിക്കാനോ കുട്ടികൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും. ഈ പരിശീലനം അവരുടെ ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും പഠന കാര്യങ്ങളിലും ഇത് ഗുണകരമായി വരികയും ചെയ്യും. ഒരു കലാപ്രകടനം നടത്തുകയോ താൻ വരച്ച ചിത്രം മറ്റുള്ളവരെ കാണിക്കുകയോ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരുതരം സംതൃപ്തിയും ആത്മവിശ്വാസവും ഉണ്ടാകുന്നു. ചെറിയ നേട്ടങ്ങൾ പോലും അവരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കും. നൃത്തം, നാടകം, സംഗീതം തുടങ്ങിയ കൂട്ടായി ചെയ്യുന്ന കലാരൂപങ്ങൾ കുട്ടികളെ ഒരുമിച്ച് പ്രവർത്തിക്കാനും മറ്റുള്ളവരെ ബഹുമാനിക്കാനും പഠിപ്പിക്കുന്നു. ഇത് അവരുടെ സാമൂഹിക കഴിവുകൾ വളർത്താൻ സഹായിക്കുന്നു. പഠനത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ കലാരൂപങ്ങൾ സഹായിക്കും. പഠനത്തിൽ നിന്ന് മാറി മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നത് മാനസിക ഉല്ലാസം നൽകുകയും കുട്ടികളെ കൂടുതൽ ഉന്മേഷമുള്ളവരാക്കി തീർക്കുകയും ചെയ്യും. പലപ്പോഴും കുട്ടികളുടെ കലാരംഗത്തെ കഴിവുകൾ ഭാവിയിൽ ഒരു മികച്ച കരിയറിന് വഴിയൊരുക്കാറുണ്ട്. മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ള ഒരു കല കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് വിപരീത ഫലം ചെയ്യും എന്ന കാര്യം കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. ചെറിയ പുരോഗതികൾക്ക് പോലും അവരെ അഭിനന്ദിക്കുക. പരാജയങ്ങളിൽ തളരാതിരിക്കാൻ പിന്തുണ നൽകുക. ചുരുക്കത്തിൽ കുട്ടികളുടെ പഠനത്തോടൊപ്പം കലാരൂപങ്ങൾ പഠിക്കാൻ അവസരം നൽകുന്നത് അവരുടെ വ്യക്തിത്വ വികാസത്തിനും ബഹുമുഖമായ കഴിവുകൾ വളർത്തുന്നതിനും അനിവാര്യമാണ്. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങളും സ്വപ്നങ്ങളും തുറന്നു പറയാനുള്ള അവസരം നൽകുന്നത് അവരുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമാണ്.
ഇത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയും ചെയ്യും. നമ്മൾ മുതിർന്നവരെ പോലെ തന്നെ കുട്ടികൾക്കും പലതരത്തിലുള്ള മാനസിക പിരിമുറുക്കങ്ങൾ ഉണ്ടാകാം. സ്കൂളിലെ കാര്യങ്ങൾ, കൂട്ടുകാരുമായുള്ള പ്രശ്നങ്ങൾ, പഠനഭാരം അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന ചെറിയ പേടികൾ പോലും അവരെ അസ്വസ്ഥരാക്കും. ഈ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ അവർക്ക് ഒരു ഇടം കിട്ടുമ്പോൾ അത് അവരുടെ മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ സഹായിക്കും. മനസ്സിൽ പ്രശ്നങ്ങൾ ഒതുക്കി വയ്ക്കുന്നത് അവരെ വിഷാദത്തിലേക്കും ഉത്കണ്ഠയിലേക്കും നയിച്ചേക്കാം. കുട്ടികൾക്ക് അവരുടെ പ്രശ്നങ്ങൾ തുറന്നു പറയാൻ കഴിയുമ്പോൾ അവർക്ക് ഒരു സുരക്ഷിതത്വ ബോധം ലഭിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ കൂടെയുണ്ട് എന്ന ചിന്ത അവർക്ക് വലിയ ആത്മവിശ്വാസം നൽകും. ഇത് പിന്നീട് അവർക്ക് ജീവിതത്തിൽ ഏതു സാഹചര്യങ്ങളെയും നേരിടാനുള്ള ധൈര്യം നൽകും. അതിനാൽ കുട്ടികളെ നിരന്തരം വിമർശിക്കുന്നതിന് പകരം അവർക്ക് പറയാനുള്ളത് രക്ഷിതാക്കൾ ക്ഷമയോടെ കേൾക്കുക. കുട്ടികളുടെ പ്രശ്നങ്ങൾ ക്ഷമയോടെ കേൾക്കുകയും അവരെ മനസ്സിലാക്കുകയും ചെയ്യുന്നത് മാതാപിതാക്കളും കുട്ടികളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ആഴത്തിലാക്കും. ഈ ബന്ധം ദൃഢമാകുമ്പോൾ കുട്ടികൾക്ക് എന്താവശ്യത്തിനും ആദ്യം ആശ്രയിക്കാൻ തോന്നുന്നത് സ്വന്തം മാതാപിതാക്കളെയായിരിക്കും. ഇത് പിന്നീട് വഴിതെറ്റിയ സൗഹൃദങ്ങളിൽ നിന്നും മോശമായ ശീലങ്ങളിൽ നിന്നും അവരെ സംരക്ഷിക്കാൻ സഹായിക്കും. ഒരു പ്രശ്നം കേൾക്കുമ്പോൾ ഉടൻ തന്നെ കുറ്റപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തുകൊണ്ടാണ് നീ അങ്ങനെ ചെയ്തത്? ഇങ്ങനെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു എന്ന തരത്തിലുള്ള വാക്കുകൾ കുട്ടികളെ നിശബ്ദരാക്കും. പകരം എന്താണ് സംഭവിച്ചത്, നമുക്കൊരുമിച്ച് ഇത് എങ്ങനെ പരിഹരിക്കാം എന്ന് നോക്കാം എന്ന രീതിയിൽ സംസാരിക്കുക. പുസ്തകങ്ങൾ വായിക്കുന്നത് കുഞ്ഞുങ്ങളുടെ അറിവിൻ്റെയും ഭാഷയുടെയും വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഇത് കേവലം ഒരു ശീലം എന്നതിനപ്പുറം അവരുടെ മാനസികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. പുസ്തകങ്ങളിലെ ചിത്രങ്ങളും കഥകളും കുഞ്ഞുങ്ങളുടെ ഭാവനാശേഷി വർദ്ധിപ്പിക്കുന്നു. ഇത് അവരുടെ ചിന്താശേഷി വികസിപ്പിക്കാനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും സഹായിക്കും. പ്രത്യേകിച്ചും സ്മാർട്ട് ഫോണുകളും ടാബ്ലറ്റുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറിയ ഈ കാലത്ത് കുട്ടികളുടെ വളർച്ചയെ ഇത് എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അമിതമായ സ്ക്രീൻ ഉപയോഗം കുട്ടികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കും. സ്ക്രീനുകളിൽ നിന്ന് ലഭിക്കുന്ന അറിവ് പലപ്പോഴും ഒരു ദിശയിലുള്ളതാണ്. പുറത്തുള്ള ലോകവുമായി നേരിട്ട് ഇടപഴകാൻ അവസരം ലഭിക്കാതെ വരുമ്പോൾ കുട്ടികളുടെ ഭാവന, സർഗാത്മകത, പ്രശ്നങ്ങളെ നേരിടാനുള്ള കഴിവ് എന്നിവ കുറയും. നേരിട്ടുള്ള സാമൂഹിക ഇടപഴകൽ കുറയുന്നത് കാരണം കുട്ടികൾക്ക് ആളുകളുമായി സംസാരിക്കാനും അവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും കൂട്ടുകാരുമായി കളിക്കാനും പഠനത്തിൽ ശ്രദ്ധ ചെലുത്താനും കഴിയാതെ വരും. ഇത് പിന്നീട് സാമൂഹിക ഉത്കണ്ഠ, ഒറ്റപ്പെടൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് കാരണമാകും. അക്രമാസക്തമായ വീഡിയോ ഗെയിമുകളും മറ്റും കാണുന്നത് കുട്ടികളിൽ ആക്രമണ മനോഭാവവും ദേഷ്യവും വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. സ്ക്രീനുകളിലെ അതിവേഗത്തിലുള്ള ചിത്രങ്ങളും ശബ്ദങ്ങളും കുട്ടികളുടെ ഏകാഗ്രതയെയും ശ്രദ്ധയെയും ബാധിക്കും. ഇത് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള അവരുടെ കഴിവിനെ കുറച്ചേക്കാം. മാതാപിതാക്കൾ സ്വന്തം ഫോൺ ഉപയോഗം കുറയ്ക്കുന്നത് കുട്ടികളെയും സ്വാധീനിക്കും. ചുരുക്കത്തിൽ, ഒരു ബുദ്ധിയുള്ള, ആരോഗ്യവാനായ, കലാപരമായ കഴിവുകൾ ഉള്ള കുഞ്ഞിനെ സൃഷ്ടിക്കുക എന്നത് ഒരു ലളിതമായ കാര്യമല്ല. അത് സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും നിരന്തരമായ പ്രയത്നത്തിൻ്റെയും ഫലമാണ്. ഓർക്കുക, നിങ്ങളുടെ കുഞ്ഞ് നിങ്ങളുടെ സ്വന്തം പ്രതിരൂപമാകേണ്ടതില്ല. അവർക്ക് അവരുടേതായ ചിന്തകളും സ്വപ്നങ്ങളും ഉണ്ടായിക്കോട്ടെ. നിങ്ങളുടെ കടമ അവർക്ക് ചിറകുകൾ നൽകുക എന്നതാണ്. ആ ചിറകുകൾ ഉപയോഗിച്ച് അവർ ആഗ്രഹിക്കുന്ന ഉയരങ്ങളിലേക്ക് പറന്നുയരട്ടെ. നന്ദി.